തിരുവനന്തപുരത്ത് കഴക്കൂട്ടം മണ്ഡലത്തിൽ വി മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. കാട്ടാക്കടയിൽ പി.കെ. കൃഷ്ണദാസിന്റെ പത്രികാ സമർപ്പണം പൂർത്തിയായി. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ശ്രീലേഖയുടെ പത്രികാ സമർപ്പണ ചടങ്ങുകൾ, അതിന് മുന്നോടിയായിട്ടുള്ള ശക്തി പ്രകടനം അവിടെ BJP നടത്തുകയാണ്. ഒപ്പം നേമം നിയമസഭാ സീറ്റിൽ അവിടെ രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രികാ സമർപ്പണം നടക്കാൻ പോകുന്നതേയുള്ളൂ. അതിന് മുന്നോടിയായിട്ടുള്ള പ്രകടനമുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പത്രിക സമർപ്പിക്കുവാനായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ കാണാം. നേരെ വട്ടിയൂർക്കാവിൽ MS വീണയുണ്ട്. വീണ, എത്രത്തോളം വലിയ ആവേശക്കാഴ്ചയാണ് വട്ടിയൂർക്കാവിൽ കാണാൻ കഴിയുന്നത്? പ്രവർത്തകർ നിരവധി പേർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ശ്രീലേഖ മാമിന്റെ പ്രതികരണം കൂടി തേടേണ്ടത്. പ്രവർത്തകരടക്കം വലിയൊരു ആവേശത്തിലാണ്. വളരെ കളർഫുൾ ആയിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതെ, വളരെ വളരെ കളർഫുൾ ആയിട്ട് വളരെ ആവേശോജ്വലമായിട്ടുള്ള ഒരു പര്യടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെ വളരെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്, ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട്, വിജയപ്രതീക്ഷ. ഓക്കെ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേമം നിയമസഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കുന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയും അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. ഒപ്പം BJPയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നിന്നും ഇതാ പത്രികാ സമർപ്പണം നടത്തുന്നു. കേരള നിയമസഭയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇതാദ്യത്തെ മത്സരമാണ്. നേരത്തെ ലോക്സഭയിൽ, തിരുവനന്തപുരം ലോക്സഭയിൽ അദ്ദേഹം മത്സരിച്ച് വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേമത്ത് നിന്ന് മത്സരിക്കുകയാണ്. 2016 കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി താമര വിരിച്ച മണ്ഡലമായിട്ടുള്ള നേമം, അവിടെയാണ് ഇക്കുറി 2016 ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രാജീവ് ചന്ദ്രശേഖറിനെ BJP രംഗത്തിറക്കിയത്. അദ്ദേഹം ഇപ്പോൾ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പത്രികാ സമർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പല പ്രമുഖ വ്യക്തിത്വങ്ങളും ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ദൃശ്യങ്ങളിൽ കാണാം, വട്ടിയൂർക്കാവിൽ നിന്നുള്ള ദൃശ്യമുണ്ട്. R. ശ്രീലേഖ അവിടെ പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിക്കുക. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ K. സോമൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ പ്രകടനത്തിന്റെ മുൻനിരയിലുണ്ട്. സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് വട്ടിയൂർക്കാവിൽ നിന്നുള്ള ദൃശ്യം, മറുഭാഗത്തായി നേമത്ത് NDA സ്ഥാനാർത്ഥിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അവിടെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയ്ക്കൊപ്പമെത്തി അവിടെ പത്രിക സമർപ്പിക്കുന്നു. ഭജൻലാൽ ശർമ്മ നേരത്തെ കാട്ടാക്കടയിൽ P.K. കൃഷ്ണദാസിന്റെയും കഴക്കൂട്ടത്ത് വി മുരളീധരന്റെയും പത്രികാ സമർപ്പണ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് പ്രമുഖ വ്യക്തികളുടെ പത്രികാ സമർപ്പണ ചടങ്ങിന്റെ ഭാഗമാകുവാൻ BJPയുടെ ദേശീയ നേതൃത്വം തിരുവനന്തപുരത്തേക്ക് ഇന്ന് അയച്ചത് രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയെയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, അദ്ദേഹം ഇന്ന് തൃശ്ശൂരിലുണ്ട്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ വികസന മാതൃകകൾ നടപ്പാക്കുന്ന, അതിൽ വിജയിച്ച മാതൃകകളെ കേരളത്തിലെ ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ദിവസം രംഗത്തിറക്കിക്കൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായ സന്ദേശം നൽകുകയാണ് BJP. ശംഖു ടി ദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഷൊർണൂരിലാണ് ഇത്തവണ ശംഖുവിനെ രംഗത്തിറക്കിയിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കത്തിനിന്ന സമയങ്ങളിൽ BJPയുടെയും ദേശീയ പ്രസ്ഥാനങ്ങളുടെയും നാവായി കേരളത്തിൽ മാറിയ ചെറുപ്പക്കാരനാണ് ശംഖു ടി ദാസ്. അദ്ദേഹത്തെ ഷൊർണൂർ നിയമസഭാ മണ്ഡലത്തിൽ, പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിൽ കളത്തിലിറക്കിയിരിക്കുകയാണ് BJP. അദ്ദേഹം പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. R. ശ്രീലേഖയുടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വട്ടിയൂർക്കാവ് BJPയുടെ A+ കാറ്റഗറി മണ്ഡലങ്ങളിൽ വരുന്ന നിയമസഭാ സീറ്റുകളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ്. അവിടെ R. ശ്രീലേഖ അല്പസമയത്തിനകം തന്നെ പത്രിക സമർപ്പിക്കും. 2016 കുമ്മനം രാജശേഖരൻ BJPയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനും ഇന്ന് അദ്ദേഹം ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. 2016 വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഏതാണ്ട് 43,000 വോട്ടുകൾ അവിടെ BJP നേടി. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
വി രാജേഷ് മത്സരിക്കുമ്പോഴും 39,000 വോട്ടുകൾ നേടിക്കൊണ്ട്, അതായത് ചെറിയ മാർജിനിൽ മാത്രം BJP പരാജയപ്പെടുന്ന ഒരു മണ്ഡലമാണ്. 2016-ലും 2021-ലും BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തെത്തിയിരുന്നു. അതിനാൽ തികഞ്ഞ വിജയപ്രതീക്ഷ BJP വെച്ചു പുലർത്തുന്ന നിയമസഭാ സീറ്റുകളിൽ ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്. അവിടെ ശ്രീലേഖയെ രംഗത്തിറക്കിക്കൊണ്ടുള്ള ഒരു കടുത്ത പോരാട്ടം ഇടത് വലത് മുന്നണികൾക്ക് നൽകുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും. അല്പസമയത്തിനകം തന്നെ പത്രികാ സമർപ്പണം നടത്തും ശ്രീലേഖ. ഒപ്പം സ്ക്രീനിൽ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. ഷൊർണൂരിൽ ശങ്കു ടി ദാസ് അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവേശമായി പത്രികാ സമർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ബിനീഷ് ചേരുകയാണ് നേമത്ത് നിന്നും. ബിനീഷ്, നേമം BJPയെ സംബന്ധിച്ചിടത്തോളം ഷുവർ സീറ്റാണ്. സംസ്ഥാന അധ്യക്ഷനാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ കൃത്യമായ സന്ദേശം നേമം നൽകിയിരുന്നു. നേമം ഒരിക്കൽ കൂടി കാവി പിടിക്കും, അത് താമരയ്ക്കൊപ്പമാകും എന്ന സന്ദേശമാണ് അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം നൽകിയത്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണോ BJP തെരഞ്ഞെടുപ്പ് കളത്തിൽ കൂടുതൽ സജീവമാകുന്നത്? തീർച്ചയായിട്ടും ഒരു കാര്യവും സംശയമില്ല. തെരഞ്ഞെടുപ്പ് കളത്തിൽ BJP ഏറ്റവും ശക്തമായ സാന്നിധ്യമായി മാറും. BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ ഏറ്റവും വലിയ സംഘടനാ സംവിധാനം കേരളത്തിലാണ്. നേമത്ത് as by law established, and that I will uphold the sovereignty and integrity of India. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ BJPയുടെ മേയർ വി രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ്, ഘടകകക്ഷി നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ സമർപ്പിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ വലിയ ഒരു നാമനിർദ്ദേശ പത്രിക ലേബർ ഓഫീസിൽ ഇപ്പോൾ സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൗതം. ഓക്കെ, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ഇതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. BJP 100% വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും സ്വാധീന കേന്ദ്രങ്ങളിൽ ഒന്നാണ് നേമം. 2021-ലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 51,888 വോട്ടുകൾ കുമ്മനം രാജശേഖരൻ അവിടെ നേടിയിരുന്നു. നേരിയ മാർജിനിൽ മാത്രമാണെന്ന് നേമം BJPക്ക് കൈവിട്ടു പോയത്. അതിനാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുന്നത്. അതിനാൽ നേമം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ BJPക്ക് ഒപ്പമായിരുന്നു. അതിനാൽ വരുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ വലിയ മുന്നേറ്റം നടത്താനാകുമെന്ന പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. നേരെ നമുക്ക് പാലക്കാട് ഷൊർണൂരിലേക്കൊന്ന് പോകാം. അവിടെ ശങ്കു ടി ദാസിനൊപ്പം അരുൺ ആലത്തൂരുണ്ട്. അരുൺ, ശങ്കു ടി ദാസ് വലിയ പ്രതീക്ഷയോടുകൂടി മത്സരിക്കുന്ന മണ്ഡലമാണല്ലോ ഷൊർണൂർ. കേരളത്തിൽ BJPയുടെയും മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഒരു ഭൗതിക മുഖമാണ് ശങ്കു എന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമല യുവതീ പ്രവേശന കാലഘട്ടത്തിലൊക്കെ ശംഖുവിലെ ഭൗതിക യുവത്വം അത് നമ്മൾ കണ്ടതാണ്. എപ്പോഴാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കുക? എത്രത്തോളം വലിയ ആവേശക്കാഴ്ചയാണ് ഷൊർണൂർ? ഗൗതം, അല്പസമയത്തിനകം തന്നെ ഷൊർണൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശങ്കു ടി ദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഒറ്റപ്പാലത്തെ സബ് കളക്ടർ ഓഫീസിലാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. വരണാധികാരിയായ ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് മുൻപാകെയാണ് 2 സെറ്റ് പത്രിക സമർപ്പിക്കുക. BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള EP നന്ദകുമാറാണ് ഇവിടുത്തെ ഡമ്മി സ്ഥാനാർത്ഥി. ഏതായാലും സ്ഥാനാർത്ഥി ഇപ്പോൾ ഇവിടെയുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം.